ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കുക്കിംഗ് അറ്റ് മേഫ്ലവർ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ക്രിസ്മസ് സ്നാക്കായ ഡയമണ്ട് കട്ട്സ് ആണ്. ഡയമണ്ട് കട്ട്സ് നമുക്ക് പല വിധത്തിലുണ്ടാക്കാം. ഇവിടെ ഞാൻ ഡയമണ്ട് കട്ട്സ് ഉണ്ടാക്കിയിട്ടത് പഞ്ചസാരയിൽ പാനിയിൽ ഇട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ നാടൻ പലഹാരങ്ങളായ അച്ചപ്പം, അവലോസ് പൊടി, അവലോസ് ഉണ്ട, അവൽ വിളയിച്ചത് ഇവയുടെയെല്ലാം വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കുറേ നാൾ മുൻപാണ്. അത് കാണാത്തവർ കണ്ടു നോക്കണം. അതിൻ്റെ ലിങ്കെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ ഇന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടിയുള്ളൂ. ഇനി നമുക്ക് ഈ ഡയമണ്ട് കട്ട്സ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഡയമണ്ട് കട്ട്സ് ഉണ്ടാക്കാനായിട്ട് 2 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. മുട്ട ഒരു മീഡിയം സൈസിലുള്ളതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പുപൊടി. ആദ്യം നമുക്ക് ഈ മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചിടാം. അതിനുശേഷം അതൊരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് അടിച്ചു വെക്കണം. ഇനി നമുക്ക് ഈ മാവ് ഒന്ന് കുഴച്ചെടുക്കാം. അതിനെ എടുത്തു വെച്ചിരിക്കുന്ന ഉപ്പ് ഈ പൊടിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി മാവിന്റെ നടുക്ക് ഒരു കുഴി പോലെ ആക്കിയിട്ട് അതിലേക്ക് അടിച്ചു വെച്ചിരിക്കുന്ന മുട്ട ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് മുട്ട മാവിലെല്ലാം പിടിക്കുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ മുട്ട മാവിന്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചു കഴിഞ്ഞ് ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം കുറേശ്ശെ തളിച്ച് മാവ് കുഴച്ചെടുക്കണം. മാവ് കുഴക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെള്ളം കുറേശ്ശെ തളിച്ച് തന്നെ കുഴച്ചെടുക്കണം. കൂടുതൽ വെള്ളമൊക്കെ പെട്ടെന്ന് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ മാവ് കൂടുതൽ വെള്ളം പോലെ ആയി പോകും. മാവ് കൂടുതൽ വെള്ളം പോലെ ആകാനും പാടില്ല, കൂടുതൽ കട്ടിയായി പോകാനും പാടില്ല. അതിനിടക്കുള്ള ഒരു പാകത്തിൽ വേണം കുഴച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ മാവ് നല്ല പാകത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ കൈകൊണ്ട് തൊട്ട് നോക്കുമ്പോൾ നല്ല സോഫ്റ്റും എന്നാൽ കയ്യിൽ ഒട്ടിപ്പിടിക്കാത്ത പാകത്തിനും വേണം കുഴച്ചെടുക്കാനായിട്ട്. കുഴച്ചെടുത്ത മാവ് നമുക്കൊരു ചെറുതായിട്ട് നനഞ്ഞ ടവൽ വെച്ചിട്ട് മൂടി ഒരു 30 മിനിറ്റ് മാറ്റി വെക്കണം. മാവ് മൂടി വെച്ചിട്ട് 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ മാവിൽ നിന്ന് ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള മാവെടുത്ത് കൈകൊണ്ട് ഉണ്ട ഉരുട്ടി വെക്കണം. ഇനി ഉരുട്ടി വെച്ചിരിക്കുന്ന മാവ് നമുക്കൊരു ചപ്പാത്തിപ്പലയിൽ കുറച്ച് പൊടി തൂകിയതിന് ശേഷം കനം കുറച്ച് പരത്തിയെടുക്കണം. നല്ല കനം കുറച്ച് പരത്തിയെടുക്കാൻ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ ചപ്പാത്തി നല്ല നേരിയതായിട്ട് പരത്തി വെച്ചിട്ടുണ്ട്. ഇനി പരത്തി വെച്ച ചപ്പാത്തി നമ്മൾ കത്തിയോ കട്ടറോ ഉപയോഗിച്ച് ഇതുപോലെ നീളമുള്ള സ്ട്രിപ്സ് ആയിട്ട് ആദ്യം കട്ട് ചെയ്തെടുക്കണം. ഇനി നീളത്തിൽ മുറിച്ചു വെച്ചിരിക്കുന്ന ചപ്പാത്തികൾ ഇതുപോലെ കത്തി കൊണ്ട് ചരിച്ച് കട്ട് ചെയ്തെടുക്കണം. മുറിച്ച് കഴിയുമ്പോൾ ഇതുപോലെ ഡയമണ്ട് ഷേപ്പിൽ കിട്ടും. ഇനി മുറിച്ച ഡയമണ്ട് കട്ട്സ് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഡയമണ്ട് കട്ട്സ് നമുക്ക് എണ്ണയിൽ വറുത്തെടുക്കാം. ഇനി പാനിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് ചൂടാക്കാം. എണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഡയമണ്ട് കട്ട്സ് കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കാം. കുറേശ്ശെ ഡയമണ്ട് കട്ട്സ് വീതം ഇട്ട് വറുത്തെടുത്താൽ മതി. കൂടുതൽ ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മുരിഞ്ഞു കിട്ടില്ല. ഡയമണ്ട് കട്ട്സ് എണ്ണയിൽ ഇട്ടതിന് ശേഷം ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം വറുത്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. സ്പൂൺ കൊണ്ട് കൈ എടുക്കാതെ തിരിച്ചു മറിച്ചു വിട്ട് നല്ല ക്രിസ്പി ആയിട്ട് വറുത്തെടുക്കണം. ഇപ്പോൾ ഡയമണ്ട് കട്ട്സ് നല്ല ബ്രൗൺ കളറും ക്രിസ്പിയുമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു കിച്ചൺ ടവലിട്ട പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. ഇപ്പോൾ ബാക്കിയുള്ള ഡയമണ്ട് കട്ട്സ് നമുക്ക് ഇതേപോലെ വറുത്തെടുക്കാം. പഞ്ചസാര, ഏലക്കപ്പൊടി, ആവശ്യത്തിന് വെള്ളം, ഇവ നമുക്ക് പഞ്ചസാര പാനി ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. ഇനി പഞ്ചസാര പാനി ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ സ്റ്റവിൽ വെച്ചതിന് ശേഷം അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാരയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ 1 കപ്പ് പഞ്ചസാര വരെ ഇതിനായിട്ട് ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണം. വെള്ളം ചേർത്തതിന് ശേഷം സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം.
ഇപ്പോൾ പഞ്ചസാരപ്പാനി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിത് കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം. പഞ്ചസാരപ്പാനി ഒരു നൂൽ പരുവമാവുന്നവരെ സ്റ്റൗവിൽ വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ പഞ്ചസാരപ്പാനി കുറച്ച് കുറുകി ഏകദേശം ഒരു നൂൽ പരുവായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പാകമായിട്ടുണ്ടോ എന്നൊന്ന് വിരലിൽ വെച്ച് തൊട്ട് നോക്കാം. പഞ്ചസാരപ്പാനിയിൽ കൈതൊട്ട് നോക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു സ്പൂണിൽ പഞ്ചസാരപ്പാനി എടുത്തിട്ട് മാത്രമേ പതുക്കെ തൊട്ട് നോക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് കൈ പൊള്ളിപ്പോവും. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നൂൽ പരുവമായോ എന്ന് അറിയാനായിട്ട് പഞ്ചസാരപ്പാനിയിൽ നമ്മളൊന്ന് വിരൽ മുക്കിയ ശേഷം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുമ്പോൾ ഒരു നൂൽ പോലെ ആവുന്നത് കാണാം. ഇതാണ് കറക്റ്റ് പാകം. ഇനി ഇതിലേക്ക് നമുക്ക് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ഡയമണ്ട് കട്ട്സ് ഇതുപോലെ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് നമുക്ക് പഞ്ചസാരപ്പാനി ചെറിയ ചൂടോടുകൂടി ഒഴിച്ചു കൊടുക്കാം. പഞ്ചസാരപ്പാനി ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് കുടഞ്ഞ് യോജിപ്പിക്കണം. പഞ്ചസാരപ്പാനി ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ചെറിയ ചൂടോടുകൂടി ഒഴിച്ചു കൊടുത്താൽ മതി. തണുത്തു പോയിട്ടുണ്ടെങ്കിൽ പഞ്ചസാരപ്പാനി കട്ടിയായി പോകും. പഞ്ചസാരപ്പാനി ചേർത്ത് ഡയമണ്ട് കട്ട്സ് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് സമയം നമുക്ക് അനക്കാതെ മാറ്റി വെക്കാം. കുറച്ച് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് എടുത്ത് നോക്കാം. പഞ്ചസാര എല്ലാം ഡയമണ്ട് കട്ട്സിൽ ഇതുപോലെ നല്ല വെളുത്ത കളറിൽ പിടിച്ചിരിക്കുന്നത് കാണാം. വളരെ ഈസിയും ടേസ്റ്റിയുമായ ഡയമണ്ട് കട്ട്സ് റെഡി ആയി കഴിഞ്ഞാൽ ഈ ക്രിസ്മസിന് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണിത്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമന്റും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയ ക്രിസ്മസ് വിഭവങ്ങളുമായി നമുക്ക് കാണാം. താങ്ക് യു.